ഇപ്പോൾ അത് ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്തുനിന്ന് പറഞ്ഞു നടന്നാൽ വല്ല കാര്യമുണ്ടെന്ന് പച്ചയായ യാഥാർത്ഥ്യം അതിലെ തെളിവുകൾ കൈവശമുള്ളതാണ്. ആ ചൊക്രമുടി കയ്യേറ്റക്കാരൻ തൊടുപുഴയിൽ വന്ന് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിലെ വാർത്ത ഏറ്റവും വലിയ വാർത്തയെ കൊടുത്ത പത്രം എന്ന് പറയുന്നത് ജനയുഗമാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ചിലപ്പം. 2-ാം പേജിൽ അരപ്പേജ് വാർത്തയായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ നിക്ഷിപ്ത താല്പര്യം മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള സംഭവങ്ങൾ അത് അദ്ദേഹത്തിന് താല്പര്യമാണ്. ആ താല്പര്യത്തിന് എതിര് നിൽക്കുന്ന എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. പാർട്ടിയും ഞാനുമായിട്ട് യാതൊരു തർക്കവുമില്ല. പാർട്ടി 56 കൊല്ലം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോഴും എൻ്റെ പാർട്ടിയാണ്. ഇപ്പോൾ എനിക്ക് കരിഞ്ഞു തന്നിരിക്കുന്ന അദ്ദേഹം കരിഞ്ഞു തന്ന പാർട്ടി മെമ്പർഷിപ്പും എനിക്ക് ആവശ്യമില്ല. അതും ഞാൻ ഉപേക്ഷിക്കുക. പക്ഷെ ഒരാളെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത് പാർട്ടി പദവികളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. അയാളുടെ ജീവിതമാണ്, അയാളുടെ ബോധ്യമാണ്. എനിക്ക് ആ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അദ്ദേഹം റൊമേനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന ചെഷസ്ക്യൂവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ചെഷസ്ക്യൂവിൻ്റെ അന്ത്യം എന്തായിരുന്നു എന്ന് അറിയുന്നതും നല്ലതായിരിക്കും. എനിക്കത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഇങ്ങനെ ഈ നിലയിലെ ജില്ലയിലെ പാർട്ടിയെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവസാനം ചെഷസ്ക്യൂവിൻ്റെ അന്ത്യമായിരിക്കും അദ്ദേഹത്തിനുള്ളത്. ഞാനിനി അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതായും ഞാൻ അറിഞ്ഞു. 74 വയസ്സുള്ള എന്നെ എന്ത് ഭീഷണിപ്പെടുത്താനാ? യാതൊരു തരത്തിലും ഒരു ഭീഷണിക്ക് വഴങ്ങുന്ന നേരം ഞാൻ 70 മുതൽ ഈ പാർട്ടി നിൽക്കത്തില്ല. അന്ന് ആരംഭിച്ചപ്പോൾ തൊടുപുഴ പട്ടണത്തിൽ സാക്ഷി പറയാൻ ഒരാളില്ല. മാർച്ചക്കാർ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ആട്ടും തുപ്പുകയറ്റാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അതൊന്നും പേടിക്കാത്ത ഞാനിപ്പോൾ എന്തിനു പേടിക്കുന്നു? ഒരു പേടിയില്ല. അപ്പോൾ ഒരുതരം പൊങ്ങച്ചം പുറത്തവനാണ്. ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കത്തില്ലവൻ, ഇനി പറയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങളാരും അത് കൊടുത്തില്ലെങ്കിലും ഫേസ്ബുക്കുണ്ട്. ആ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും പറയും. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ചുരുക്കത്തിൽ ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം. ഗുരുതരമായ ആരോപണമാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുന്ന ഈ ചൊക്രമുടി കയറ്റത്തിൽ സാമ്പത്തിക ലാഭം ഉൾപ്പെടെ. എന്തുകൊണ്ട് അപ്പലേറ്റ് കമ്മിറ്റികളിൽ, താങ്കൾ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ഉണ്ടായിരുന്ന ആളാണ്, എന്തുകൊണ്ട് അപ്പലേറ്റ് കമ്മിറ്റികളിൽ ഈ കാര്യം രേഖാമൂലം അല്ലാതെ അറിയിച്ചില്ല? അങ്ങനെയെങ്കിൽ ഗുരുതര വീഴ്ചയല്ലേ അത് പാർട്ടിയുടെ ഭാഗത്ത്? അത് സംബന്ധിച്ച് ഇപ്പം ഞാനൊരു ചർച്ചയിലേക്ക് പോകുന്നില്ല. ചർച്ചയ്ക്ക് പോയി അത് വിവാദമായി മാറും. അവിടെ ഞാൻ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അറിയിച്ചിട്ടുണ്ട് ചൊക്രമുടി കയ്യേറ്റത്തെക്കുറിച്ച്. ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഇപ്പോഴും ആ തെളിവ് നമ്മുടെ കയ്യിലില്ലല്ലോ. ഞാൻ വസ്തുതകൾ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഈ ആളുകളെല്ലാം വന്ന് CPI പ്രതികൂട്ടിലാക്കിയപ്പോൾ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കണം. ആ പ്രതിരോധിക്കാതെ പോയത് സംശയാസ്പദമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ സംസ്ഥാന കൗൺസിലടക്കം ഈ കാര്യം പറഞ്ഞിരുന്നല്ലോ. റവന്യൂ മന്ത്രി കൂടി ഉണ്ടായിരുന്ന യോഗത്തിൽ ഇവിടെ റവന്യൂ മന്ത്രിയോട് ഞാനാണ് ആദ്യം സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ മാസം 4-ാം തീയതി 2024. അപ്പോഴാണ് റവന്യൂ മന്ത്രി അറിയുന്നത് തന്നെ. അപ്പോൾ മുതലാണ് റവന്യൂ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതിനു മുമ്പ് റവന്യൂ വകുപ്പ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇടപെട്ടതേയില്ല. റവന്യൂ വകുപ്പ് ഇടപെടുന്നത് റവന്യൂ മന്ത്രിയോട് ഞാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ്. അപ്പോൾ അതുവരെ എന്തുകൊണ്ട് ഇങ്ങനൊരു വലിയ കയ്യേറ്റം നടക്കുമ്പോൾ ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടില്ല എന്ന ചോദ്യം വേറെയുണ്ട്. ഞാൻ ആ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നില്ല. കാരണം ഇപ്പോൾ വർഷം ഏതാണ്ട് 2 പോവുകയാണല്ലോ. അപ്പം അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഈ അപേക്ഷ നൽകിയ അന്ന് തന്നെയാണല്ലോ ഇത് ജില്ലാ കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചൊരു ഇടപെടൽ റവന്യൂ വകുപ്പ് അറിയാതെയൊക്കെ നടക്കുമോ? പ്രത്യേകിച്ച് ഈ ചില ആളുകളുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. മന്ത്രിയുടെ ബന്ധു അടക്കമുള്ളവരുടെ പേരുകൾ പറയുന്നുണ്ട്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പങ്ക് ഇതിനകത്തില്ലേ? ഈ പേരുകളൊന്നും എനിക്കറിയില്ല. ഞാനതൊന്നും പറയുന്നുമില്ല. അതിന് പക്ഷേ അസ്വാഭാവികമായ ഗതിവേഗമുണ്ടായി എന്ന കാര്യം ശരിയാണ്. അപേക്ഷ കൊടുക്കുന്നു, അപ്പോൾ തന്നെ അത് ഇടുക്കി കളക്ടറേറ്റിൽ എത്തുന്നു. അത് കൈകാര്യം ചെയ്യേണ്ട ഡെപ്യൂട്ടി കളക്ടർ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം അതിവേഗം ഇടപെടുന്നു. അതൊക്കെ സാധാരണഗതിയിൽ ഒരു ധൃതി പിടിച്ചുള്ള ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും സംശയിച്ച കുറ്റം പറയാനില്ല. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ പിന്നെ വിശ്വമായിട്ട് സംസാരിച്ചപ്പോൾ പോലും ഇത് ഉയർന്നു വന്നിട്ടുണ്ടോ? ഞാൻ പിന്നെ പറയേണ്ട സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? കാരണം ഇവിടെ വന്ന് കൂടി കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞെങ്കിലും സമയത്തിരക്ക് കാരണം
അദ്ദേഹത്തിന് അത് കഴിയാതെ പോയി. ചാർജുമായിട്ട് വന്നിരിക്കുന്ന നേതാക്കന്മാർ ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചുമില്ല. ഇനിയൊരു പുനർവായനയ്ക്ക് സാധ്യതയുണ്ട് എങ്ങനെ ഈ കാര്യങ്ങളിൽ? അതായത് അങ്ങനെ ഒരു പുനർവായന നടത്തിയാൽ അത് പാർട്ടിക്ക് നല്ലതായിരിക്കും. ജില്ലയിലെ പാർട്ടിക്ക് ഒരാൾക്ക് ചവിട്ടി മതിക്കാൻ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അതെന്തല്ലെങ്കിൽ നാളെ അവർ ഗൗരവമായി ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇടപെടുമെന്ന് ഞാൻ കരുതുന്നത്. താങ്കൾ സലീംകുമാറിനെതിരെ വ്യാപകമായി പ്രചരിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഫോൺ വിളിച്ച് അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുള്ള ഒരാൾ ഇലക്ഷനിൽ തോൽക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഫോൺ വിളിച്ച് ആരോട് പറഞ്ഞു? ആരോപണം അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാൾക്കെതിരെ പ്രചരണം സംഘടിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഈ 56 കൊല്ലം ഇല്ലവന് ഞാൻ നിൽക്കേണ്ടി വരില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു സുപ്രഭാതത്തിൽ വന്നയാളല്ല ഞാൻ. സലീംകുമാർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 88-ലാണ്. കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കിട്ടുന്നതിന് മുമ്പ് നേതാവായ ആളാണ് അദ്ദേഹം. അതാണ് കുഴപ്പം. മൂക്കാതെ പെടുത്തതിൻ്റെ പ്രശ്നമുണ്ട്. പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ ഏതാണ്ട് ഇപ്പോൾ അപ്രസക്തരായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ GK ഫിലിപ്പ്, പ്രിൻസ്, ബിജു മോളെ പോലെയുള്ളവർ. അപ്പോൾ ഒരു അയൽവാസിയുടെ പേര് പറഞ്ഞില്ല. അപ്പോൾ അത്തരം നേതാക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കുന്നത് ബോധപൂർവമാണോ? ഇനിയിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട. അപ്പോൾ അത് പിന്നീട് പരിശോധിക്കാൻ കഴിയും. പിന്നീട് പറയേണ്ടി വന്നാൽ പറയുകയും ചെയ്യും. ഇപ്പോൾ പുറത്തുപോയി ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പോൾ പാർട്ടി DC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു പിന്നെ ഗുരുനാഥൻ, മൂന്നാർ മേഖലയിലെ പ്രധാനപ്പെട്ട നേതാവ്. ചിന്നക്കലാൽ പഞ്ചായത്തിലാണ് പുള്ളി താമസിക്കുന്നത്. അയാൾ അവസാനം പോയത് BJP-യിലേക്കാണ്. കാരണം വേറെ എവിടെയെങ്കിലും പോയാൽ വലിയ കായികമായ വല്ല ഇടപെടലും ഉണ്ടാകുമോ, മർദ്ദനമുണ്ടാകുമോ എന്ന് പേടിച്ച് പോയി ചേർന്ന് BJP-യിലാണ്. കുമളിയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു പിന്നെ ജോയി വടക്കേടം. അയാൾ പാർട്ടി ജില്ലാ കൗൺസിലംഗായിരുന്നു. അയാൾ പോയി ചേർന്നത് പിന്നെ കോൺഗ്രസ്സിലാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവാണ്. നിങ്ങൾ കണ്ടായിരിക്കും, കുമളി പഞ്ചായത്തിൽ ഇത്തവണ ഭൂരിപക്ഷം 6500 വോട്ടാണ് UDF-ന്. ഇതിനുമ്പ് ഒരിക്കലും 6000 ഒന്നും വന്നിട്ടില്ല. ബിജുമോൾ മരിച്ച് മത്സരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് LDF ലീഡ് ചെയ്തതാണ് അവിടെ. അപ്പോൾ അവിടെയാണ് ഇത്ര വലിയ വ്യത്യാസം വന്നിരിക്കുന്നത്. അതിലൊരു ജോയിക്കൊരു വലിയ പങ്കുണ്ടെന്ന് ഈ ഇടതുപക്ഷത്തോടൊപ്പം വോട്ടർമാരെ ചേർക്കുന്നതിൽ. ആ ജോയി അവിടെ പോയി ചേർന്നു. 3-4 മണ്ഡലം കമ്മിറ്റി മെമ്പർമാർ CPM ചേർന്നു. ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോയി BJP ചേർന്നു. 100 കണക്കിന് സഹാക്കൾ പ്രവർത്തനത്തുനിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പാർട്ടി കമ്മിറ്റികളിൽ പറയേണ്ട കാര്യങ്ങൾ അവരുടെ നീതി കിട്ടാത്തതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഇത്തരം കാര്യങ്ങൾ. മാധ്യമങ്ങൾ വഴി പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഇപ്പോൾ ഏറ്റവും താങ്കൾക്കെതിരെയുള്ള കുറ്റാരോപണം അത് തന്നെയാണ്. പാർട്ടിക്ക് നിരന്തരം വിമർശിക്കുന്നു, സംഘടന അച്ചടക്കം പാലിക്കുന്നില്ല. അല്ല, സമൂഹ മാധ്യമങ്ങൾ ഒരിക്കലും പാർട്ടിക്കെതിരെ ചേർന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കടന്നുകൂടുന്ന ചില പ്രവണതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് CPIക്ക് മാത്രം ബാധകമല്ല, ഇടതുപക്ഷത്തിനാകെ ബാധകമായ കാര്യങ്ങളാണ്. അത് പിന്നെ എന്തിനാണ് അതിനകത്ത് വിരൽ പിടിക്കുന്നത്? വിരൽ പിടിക്കേണ്ട ഒരു കാര്യമില്ല. അത് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയല്ല. നിങ്ങൾക്കെല്ലാം അറിയല്ലോ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ജീർണതകൾ. അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ, അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ, അത് തിരുത്തിയേ പറ്റുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നു അതുതന്നെയാണ്. അധികാരം കയ്യിലെടുത്തു നേതാക്കന്മാരെല്ലാം, താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ അവർ ഭരിച്ചു. അവരുടെ എന്തെല്ലാം സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. എല്ലാം ഇപ്പം പിണറായി വിജയൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഈ ഗവൺമെൻറ് നടത്തിയ സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അത് വേണ്ടതുപോലെ ജനങ്ങളിലെത്തിയില്ല. അതേസമയം നേരിട്ട് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെതിരാവാൻ കാരണം. അല്ലാണ്ട് പിണറായി വിജയൻ്റെ അഹന്തയോ ധാർഷ്ട്യമോ, അയാൾ പിന്നെ ദീർഘകാലത്തെ രാഷ്ട്രീയ അനുഭവമുള്ളവരല്ലേ, ഒരുപാട് മർദ്ദനങ്ങൾ അതിജീവിച്ച ആളല്ലേ. അങ്ങനെ രൂപപ്പെട്ട ഒരു സ്വഭാവമാണ് അയാൾക്കുള്ളത്. അയാൾ പൊട്ടിത്തെറിച്ച് വർത്തമാനം പറയും. അങ്ങനെ അറിയില്ലാത്ത ആരാ ഉള്ളത്? അപ്പോൾ അതാണ് തോൽവിയുടെ കാരണം. ഇപ്പോൾ CPM-കാരും കണ്ടുപിടിക്കുന്നുണ്ട്, CPI-ക്കാരും കണ്ടുപിടിക്കുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ജില്ലയിലെ സംഘടന എപ്പോഴും ജീർണതയുടെ ബാധയിൽ തന്നെയാണെന്നൊരു തുറന്ന വിമർശനം ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ജില്ലയിലെ സംഘടന എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയിലാണെന്നാണ് ഞാൻ പറയുന്നത്.
ഈ സംസ്ഥാന നേതൃത്വത്തിൽ ഇതിനകത്തൊക്കെ പങ്കില്ലേ, പ്രത്യേകിച്ച് ബിനോയ് വിശ്വം? അല്ല, അവർക്ക് ഈ വിവരങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അല്ല, ഇത് സംബന്ധിച്ച് പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ബിനോസ് കറിയ കൊടുത്തിരുന്നു ചൊക്രമുടിയുമായി ബന്ധപ്പെട്ട്. ആ ചൊക്രമുടിയായിട്ട് ബന്ധപ്പെട്ട് അതിനൊന്നും ഒരു നടപടി ഉണ്ടായില്ല. അപ്പൊ ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി സമ്മതത്തോടു കൂടിയല്ലേ ഇതൊക്കെ നടത്തുന്നത്? ഇല്ലില്ല, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. അവിടെ നൂറുകണക്കിന് പരാതികൾ ചെല്ലുന്നുണ്ട്. പരാതികളെല്ലാം അതത് ഡി സിക്ക് തിരിച്ചയക്കും, പരിശോധിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചയക്കും. അതിവിടെ ചൊക്രമുടി ബിനോസ് കറിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇല്ല, അവിടെ നിന്ന് പരിശോധിക്കാൻ കഴിയില്ല. അല്ലെ ബിനോസ് കറി ചെയ്യേണ്ടിയിരുന്ന കൺട്രോൾ കമ്മീഷന് പരാതി കൊടുക്കണം. കൺട്രോൾ കമ്മീഷൻ പരാതി കൊടുത്താൽ കൺട്രോൾ കമ്മീഷൻ ആ പരാതി എടുക്കും. പരാതി എടുത്തിട്ട് അവരന്വേഷിക്കണം. അത് ചെയ്തിട്ടില്ല. ടി സിയിലേക്ക് പരാതി വന്ന ജില്ലാ സെക്രട്ടറിയാണോ ആരോപണ വിധേയൻ? ഇങ്ങനെ മാത്രമല്ലോ, പാർട്ടി ഡി സി എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ അവിടെ. ആ പരാതി അവിടെ വൈകുമല്ലോ. അപ്പോൾ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം മാത്രമല്ല, വേറെ ആരെങ്കിലും 1-2 പേരെ ചുമതലപ്പെടുത്തുമല്ലോ. അല്ല, ബിനോസ് കറിയുടെ പരാതിക്ക് സമാന അവസ്ഥയാണ് സംഭവിച്ചത്. ഡി സിയിലേക്ക് വരുന്നു, അതൊന്നും ആവുന്നില്ല. പിന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ കണ്ണടയ്ക്കാണോ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഒരു പാർട്ടി പ്രവർത്തകൻ ഉന്നയിച്ചത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ? ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെക്രട്ടറി ഇതൊന്നും അറിയുന്നില്ലേ? അല്ല, സെക്രട്ടറി തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹമായിട്ട് 1-ലേറെ വട്ടം സംസാരിച്ചിട്ടുള്ളതാണ്. താങ്കളുടെ വിഷയം ഉൾപ്പെടെ താങ്കൾ ഉന്നയിച്ചതും ഗൗരവമായ കാര്യങ്ങളായിരുന്നു. ഒന്നൊരു പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി കാര്യം പറയുമ്പോൾ അത് സാധാരണഗതിയിൽ വിശ്വസിക്കും. അത് ശരിയാണ്.